അള്ളാഹു താല പറയാണ് ആലിമത്ത് നഫ്സും മാ അഹ്ളറത്. ഓരോ വ്യക്തിയും ഞാൻ എന്താണോ തയ്യാറാക്കിയിട്ടുള്ളത്, എന്താണോ ഹാജരാക്കിയിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരു രംഗമാണ്. അവൻ ചെയ്ത എല്ലാ നന്മകളും അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവരുന്നതാണ്. ഒമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഖൈറ യറ ഒമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഷർറൻ യറ. ആരെങ്കിലും ഒരു ഖൈർ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതവന് കാണിച്ചു കൊടുക്കും, അവനത് കാണുന്നതാണ്. ആരെങ്കിലും ഒരു ഷർറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മിസ്കാല ദർറത്ത് എന്നാണ് പറഞ്ഞത്. മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പിൻ്റെ, ചെറിയൊരു ഉറുമ്പിൻ്റെ ഒരു കാലിൻ്റെ വലിപ്പം, അങ്ങനെയുള്ള മിസ്കാല ദർറത്ത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ യറഹു, അവൻ കാണുന്നതാണ്. മിസ്കാല ദർറത്ത് ഷർറ് ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണുന്നതാണ്. അലിമത്ത് നഫ്സുൻ മാ അഹ്ളറത്. ഓരോ വ്യക്തിയും അത് മനസ്സിലാക്കും, അന്ന് തിരിച്ചറിയും എന്നുള്ള കാര്യം അവിടെ അവൻ ബോധ്യപ്പെടുകയാണ്. ഒന്നും അവനവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവൻ ചെയ്ത ഒരു നന്മയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കുറച്ചു കാണിക്കുകയില്ല. അതുപോലെ ചെയ്തു പോയ ഒരു തിന്മയും അവിടെ ഹാജരാക്കാതെ ഇല്ല എന്നാണ്. ഒരു സഹോദരങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മ ചെയ്യുന്ന സമയത്തും ഈ ഒരു ചിന്ത നമുക്ക് വേണം. അലിമത്ത് നഫ്സും മാ അഹ്ളറത്, നമുക്ക് കാണാനുള്ളതാണ്. അതുകൊണ്ട് നന്മ ചെയ്യുന്ന സമയത്ത് നന്മ വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രോത്സാഹനം ഉണ്ടാകണം. കാരണം ഇത് ഞാൻ കാണാനുള്ളതാണ്, ഉറപ്പായിട്ട് ഇത് കാണും. ഞാൻ ഈ ചെയ്തൊരു നന്മ, ഈ കൊടുത്തൊരു രൂപ, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവിടെ ഒരു രൂപ എന്നുള്ള നിലക്ക് അതിനെ കുറച്ചു കാണിക്കുകയില്ല. ഒരു ചെറിയ നിസാരം, എൻ്റെ ഒരു പുഞ്ചിരി എന്നുള്ള നിലക്ക് ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്നാണ് പഠിപ്പിച്ചത്. അതവിടെ മറന്നു പോകുകയില്ല, അതവിടെ പരിഗണിക്കാതെ, അതറിയാതെ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ അതിലൊരാളായ ഞാൻ പുഞ്ചിരിച്ചാൽ അത് അവിടെ നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. ഏതു നേരത്തും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം അതവിടെ കാണുന്നതാണ്. വജദു മാ അമിലു ഹാദിറ, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതാണ്. അവരവിടെ കാണുന്ന അവരുടെ അമലുകളെല്ലാം അവിടെ പ്രദർശിപ്പിക്കുന്നതായിട്ട്, ഹാജരാക്കുന്നതായിട്ട് അവർ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ തിന്മകളും. നമ്മൾ നിസ്സാരമായി കാണുന്ന ഏത് തിന്മയും സഹോദരങ്ങളെ അതവിടെ കാണുന്നതാണ്. ആ തിന്മ നമ്മളിൽ നിന്നും ബഹുദൂരം അകലെയാകണമെന്ന് ആഗ്രഹിക്കുന്ന തിന്മയായിരിക്കും. നമുക്ക് ഇന്നതിനെ അലങ്കരിക്കപ്പെട്ടുകൊണ്ട്, വളരെയധികം താല്പര്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് വരുന്ന ഓരോ തിന്മ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ തിന്മ നാളെ എന്നിൽ നിന്നും ബഹുദൂരം ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പോകുന്ന തിന്മയാണ്. ഇത് ഞാൻ കാണേണ്ടി വരും, ഈ തിന്മ ഞാൻ കാണേണ്ടി വരും, ഇത് അനുഭവിക്കേണ്ടി വരും ഇതിൻ്റെ ഭവിഷ്യത്ത്. അതുകൊണ്ട് ആ തിന്മ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള തിന്മയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. പരലോകത്ത് ഇത് എനിക്ക് അങ്ങേയറ്റം ദൂരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു തിന്മയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അവിടെ ഹാജരാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഗോപ്യമായി പോകുകയേ ഇല്ല എന്ന ബോധ്യത്തോടു കൂടി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കണം. അതിനാണ് അവിടെ അവസാന ആയത്ത് അങ്ങനെ പറഞ്ഞത്. ഈ പരലോകത്തെ രംഗങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചത് അതാണ്, അലിമത്ത് നഫ്സും മാ അഹ്ളറത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയുള്ളൊരു പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലും അവിടെ ഹാജരാക്കുന്നതാണ്. നിസ്സാരമാണെന്ന് തോന്നുന്ന ഒന്നും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ലാ തഹ്കിറന്ന ബിൽ മഅറൂഫി ഷൈഅ, മഅറൂഫായ നന്മയായ ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണേണ്ടതില്ല. അത് നിൻ്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിക്കുന്നതാണെങ്കിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഈത്തപ്പഴ മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട്, അതിൻ്റെ പകുതി കൊണ്ട് നീ എങ്കിലും സദക്ക ചെയ്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ്. കാരണം മുഴുവനും അവിടെ കാണാൻ പോകുന്നതാണ് എന്നാണ് പറഞ്ഞത്. അലിമത്ത് നഫ്സുൻ മാ അഹ്ളറത്.